ഗൈസ് അതിലെ ഇതുവരെ ആലപ്പുഴ ബീച്ച് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ബെസ്റ്റ് ടൈം. ബീച്ച് കണ്ടിട്ടുണ്ട്. ആലപ്പുഴയിലെ ബീച്ച് ഫെസ്റ്റ് ആയിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അതിലെ ഞങ്ങൾ ബീച്ച് ഫെസ്റ്റിന് കൊണ്ടുവന്നിരിക്കുക. അപ്പോഴാണ് ഇവിടുത്തെ മെയിൻ സാധനത്തിനെ കണ്ട. ഇവിടെ കുറേ റൈഡുകൾ ഈയിടെയായിട്ട് ഭയങ്കര ഫേമസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ അതിലൊരു റൈഡിൽ ആദിലേനെയും കയറ്റാന്ന് പറഞ്ഞ് ലിയാന, അതായത് എൻ്റെ സ്വന്തം സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. പെങ്ങൾ അവ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. അങ്ങനെ അതിലോട്ട് അവളെ കയറ്റാൻ വേണ്ടി പോകുകയാണ്. മുൻകൂറായിട്ട് അവൾ പറയുന്നുണ്ട് നാശത്തിലേക്കാണ് പോക്കെന്ന്. എന്നാലും അവളുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഞങ്ങൾ റൈഡിന് കയറ്റിയിട്ടുണ്ട്. കയറ്റാൻ വേണ്ടിയുള്ള ഇനിഷ്യേറ്റീവാണ്. ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ബാക്കി ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്. അത് നാട്ടുകാർക്ക് മൊത്തം കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത അല്ലടാ. അപ്പൊ പോവാല്ലേ? ഓക്കെ. എടപ്പിലി സ്റ്റോപ്പിലിട്ടാ ബാക്കി വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ ആലുവയിൽ ഇറക്കാം. അയ്യോ എടാ ഭ്രാന്തൻ, അയ്യോ ഇതിനകത്ത് ഭ്രാന്തൻ അച്ചോ. ഇതൊക്കെ എന്ത്? ഇനി നമുക്ക് ഫ്ലൈൻ പൊക്കിയും തട്ടി കഴിക്കാം. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവും. All the dreams like tingle star. രതീഷ്, രതീഷ്, ഞാനല്ലേ വിളിക്കുന്നത്? ഇങ്ങനെ അവിടെ തുടങ്ങാമോ രതീഷ്? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ എന്താടാ ഒരു അക്ഷരം മിണ്ടാത്തത്? കശൂരണ്ടി തലയാ. അയ്യോ എന്റെ മക്കൾ ഉറങ്ങിയോ? ഡാ കുട്ടാ എണിച്ചേ. ഞാൻ പറയാനുണ്ടോ? ഇപ്പൊ എന്താ ഉണ്ടായേ? അപ്പൊ ഞങ്ങൾ